കുണ്ടറ സീറ്റ് തിരികെ പിടിക്കാൻ തീവ്ര ശ്രമവുമായി CPIM. മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരവസരം കൂടി നൽകാൻ ആലോചന. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് വിലയിരുത്തൽ. മേഴ്സിക്കുട്ടിയമ്മ അല്ലെങ്കിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കും സാധ്യത വരാനുണ്ട്. ഷമീർ കൂടുതൽ കാര്യങ്ങളുമായി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ നമുക്കൊപ്പം തത്സമയം ചേർത്തുണ്ട്. ഷമീറെ, ഗുഡ് മോർണിംഗ്. കുണ്ടറ, കൊല്ലമെന്ന് പറഞ്ഞാലേ അത് ചെങ്കോട്ട എന്നാണ് പറയപ്പെടുന്നത്. കുണ്ടറ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 2021 വരെ ഉള്ള സാഹചര്യമായിരുന്നില്ല. പിന്നീട് 2021 സിറ്റിംഗ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയാണ് അവിടെ PC വിഷ്ണുനാഥ് വിജയിച്ചു കയറിയത്. ഇപ്പോൾ വീണ്ടും മേഴ്സിക്കുട്ടിയമ്മയുടെയും ചിന്താ ജെറോമിൻ്റെയും അടക്കം പേരുകളൊക്കെ സജീവ പരിഗണനയ്ക്ക് വരുന്നു. സാഹചര്യമൊക്കെ മാറിയെന്നാണോ CPIMന്റെ വിലയിരുത്തൽ? സേതുലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ് കുണ്ടറ. കഴിഞ്ഞ തവണ നമുക്കറിയാം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അത് ആഴക്കട മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ ഉടലെടുത്തിരുന്നു. ആ വിവാദം ഉടലെടുക്കുകയും ആ വിവാദത്തിന് ആധാരമായ പ്രതിയാക്കപ്പെട്ടയാൾ അവിടെ മത്സരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം. ഒപ്പം തന്നെ അവിടെ BJPയുടെ ഘടകകക്ഷിയായ BDJS ആണ് മത്സരിക്കുന്നത്. BDJSന്റെ വോട്ട് കുറവ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ തന്നെ പാർട്ടി പരിശോധിക്കുകയും ചെയ്തു. എന്തായാലും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വീണ്ടും ഒരു അവസരം നൽകിയാൽ PC വിഷ്ണുനാഥിനെ പോലെ ഒരു സീനിയർ നേതാവിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് CPIM ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസിയായി കൂടിയായ മേഴ്സിക്കുട്ടിയമ്മയെ, തൊഴിലാളി നേതാവ് കൂടിയായ മേഴ്സിക്കുട്ടിയമ്മയെ ആ മണ്ഡലത്തിൽ വീണ്ടും പരീക്ഷിക്കുക എന്നൊരു ലക്ഷ്യം CPIMന്റെ മുമ്പിൽ ഉണ്ട്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ ആ പ്രദേശത്തെ പാർട്ടി നേതാവാണ്. വളരെ ചെറിയ കാലം മുതൽ തന്നെ ആ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ശക്തനായ നേതാവാണ്. അതല്ലെങ്കിൽ മേഴ്സിക്കുട്ടി അല്ലെങ്കിൽ രണ്ടാമതൊരു പേര് അവിടുത്തെ മുൻ LC സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. SL സജികുമാറിന്റെ പേരാണ് പരിഗണിക്കുക. ഒപ്പം തന്നെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ചിന്താ ജെറോം അറിയാം, ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് കുണ്ടറ. അതുകൊണ്ട് തന്നെ ചിന്താ ജെറോമിന്റെ പേരും അവിടെ പരിഗണിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം ഒരു യുവ നേതാവിനെ പരിഗണിക്കുകയാണെങ്കിൽ മറ്റൊരു പേര് കൂടി അവിടെ വരുന്നുണ്ട്. അത് DYFയുടെ മുൻ സംസ്ഥാന ട്രഷററായ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അരുൺ ബാബുവിൻ്റെ പേരാണ്. അരുൺ ബാബു നെടുവത്തൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് അരുൺ ബാബുവിനെ കൂടി ഈ ലിസ്റ്റിൽ അരുൺ ബാബുവിൻ്റെ പേര് കൂടി പാർട്ടി പരിശോധിക്കുന്നു. അരുൺ ബാബു മികച്ച കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പേരുകളാണ് ഇപ്പോൾ പാർട്ടിക്ക് മുമ്പിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മേഴ്സിക്കുട്ടിയമ്മയെ തന്നെ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പാർട്ടിക്കുള്ളത്. അതല്ലെങ്കിൽ മാത്രമേ മറ്റു പേരുകൾക്ക് ഈ മണ്ഡലത്തിൽ സാധ്യതയുള്ളൂ. എന്തായാലും PC വിഷ്ണുനാഥിനെ പോലെ ഒരു നേതാവിനെ നേരിടാൻ അത് സീനിയർ ആയിട്ടുള്ള നേതാവ് തന്നെ, കഴിഞ്ഞ തവണ മത്സരിച്ച നേതാവ് തന്നെ രംഗത്തിറങ്ങണമെന്ന് പാർട്ടിയിൽ തന്നെ ഭൂരിപക്ഷ അഭിപ്രായം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് വീണ്ടും മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. മേഴ്സിക്കുട്ടിയമ്മ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ എല്ലാ പരിപാടികളിലും സജീവമായി കഴിഞ്ഞു. ഒപ്പം തന്നെ UDFും ഈ മണ്ഡലം നിലനിർത്താനും സജീവമായ പ്രചരണങ്ങളിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ശരി. അപ്പം ഈ 2021 കൈവിട്ട കുണ്ടറ തിരികെ പിടിക്കാൻ CPIM നീക്കം തുടങ്ങിയിട്ടുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ മണ്ഡലത്തെ സജീവമാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു മാസമേ ഉള്ളൂ PC വിഷ്ണുനാഥ് നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ മത്സരിക്കുകയാണെങ്കിൽ അത് കുണ്ടറയിൽ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ PCയും മേഴ്സിക്കുട്ടിയമ്മയും വീണ്ടും നേർക്ക് വന്നാൽ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയായിരിക്കും കുണ്ടറയിൽ നടക്കുക. അപ്പോൾ